ഹായ്, അപ്പം ഷെഫ് ലിജു ആണ്. അപ്പം ഇതാണ് നമ്മുടെ സൈറ്റ്. ഇത് നമുക്കൊരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ അടുത്തൊരു സെഗ്മെൻറ്റ് നമ്മൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം 2017 സെൻറ്റ് ജോർജ് ഗോമെ കോഴഞ്ചേരിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം തിരുവല്ലയാണ് നമ്മുടെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. തിരുവല്ലയിൽ അങ്ങനൊരു കോൺസെപ്റ്റ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മധ്യ തിരുവിതാംകൂറിൽ തന്നെ അങ്ങനൊരു കോൺസെപ്റ്റ് വളരെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു ലാൻഡ്. ഇത് പണിയുണ്ട്. നമ്മൾ ഇതിനകത്ത് സോയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ മെയിനായിട്ട് ഇനിയും നമ്മൾ ഒരു ആർക്കിടെക്ട് ഒരു ഹെൽപ്പ് വേണം. BNI എന്നാണ് നമ്മളൊരാളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. H+ ആർക്കിടെക്ട്സ് എന്നൊരു കമ്പനിയുടെ അതിൻ്റെ ഓണറാണ്. അവൻ്റെ പേര് ഹെയ്സം എന്നാണ്. അപ്പം പുള്ളിയാണ് എൻ്റെ ആർക്കിടെക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ടോജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇവർ രണ്ടുപേരും ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചങ്ങനാശ്ശേരി അവരുടെ ഓഫീസിലാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് ഒരു നല്ലൊരു ഡിസൈനിലേക്ക് കുറച്ച് ഇനിഷ്യൽ ഡിസൈൻസൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഫൈനലൈസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പം അത് എല്ലാ ബ്ലെൻഡും കൂടെ ഒരുമിച്ച് കുറേ നമ്മുടെ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, നമ്മൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഹെയ്സം ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫൈനൽ നമുക്കൊരു ഔട്ട് തരാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നതിനും ഇതൊരു ഫൈനലൈസ് ചെയ്ത സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ് കൺസ്ട്രക്ഷൻ ഫൗണ്ടേഷനാണ് അടുത്ത സ്റ്റേജ്. അപ്പം അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ സോയിൽ ടെസ്റ്റ് നമ്മൾ ചെയ്തു. സോയിൽ ടെസ്റ്റിൽ നമുക്കൊരു ഒരു സ്ട്രക്ചർ എഞ്ചിനീയറുണ്ട്. അദ്ദേഹം നമുക്ക് അതിനൊരു പുതിയ ഡിസൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നറിയാൻ ഞാനും അത്യാവശ്യം എക്സൈറ്റഡ് ആണ്. നമ്മുടെ ഒരു ജേർണി ഇവിടുന്ന് തുടങ്ങിയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. സോ ഇപ്പോൾ ഹെയ്സമിനെ കാണാനാണ് പോകുന്നത് നമ്മൾ. സോ അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ആർക്കിടെക്ട് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം നമ്മുടെ ഓഫീസിലെത്തി നമ്മൾ. ഹെയ്സമാണ് നമ്മുടെ ആർക്കിടെക്ട്. അപ്പോൾ ഹെയ്സം ഞാൻ ചെറിയൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹെയ്സം ഓൾറെഡി ലാൻഡ് വന്ന് കണ്ടു. അപ്പം ഹെയ്സമിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടാണ്. ഹെയ്സം ഓൾസോ BNI മെമ്പറാണ്. സോ ഞങ്ങളെല്ലാം BNI കണക്റ്റഡ് ആണ്. അത് ഹെയ്സമിനെ നമ്മൾ പിക്ക് ചെയ്യാനുള്ള മെയിൻ കാര്യം, ഹെയ്സം ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഹെയ്സമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ചില ആർക്കിടെക്ട്സോട് സംസാരിക്കുമ്പോൾ കണക്റ്റഡ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിപ്പം ഒരു എയർ കണ്ടീഷൻ സ്പേസ് ഇങ്ങനെ അറിയണം, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രെയിനേജ് സിസ്റ്റം വേണം, ഒരു കിച്ചൺ ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ അവനത് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഹെയ്സം ഞങ്ങൾ കൺസിഡർ ചെയ്തത്. ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആയപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഷുഡ് വർക്ക് ഔട്ട്. എടാ, എന്തായിരിക്കും ഒരു ഫസ്റ്റ് സ്റ്റേജ്? നമ്മൾ നീ ഒരു ഐഡിയ, ഒരു പ്ലാനൊക്കെ വരച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഡിസ്കഷൻ പ്രകാരം നമ്മൾ ഇതൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് വിത്ത് നമ്മളൊരു യുണീക് കൈൻഡ് ഓഫ് ഒരു പ്രൊജക്റ്റ് ആണിത്. വിത്ത് ബേക്കിംഗ് സെഷൻ, ലൈവ് ബേക്കിംഗ് വരുന്ന ഒരു യുണീക് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ വൺ ഓഫ് എ കൈൻഡ് പ്രൊജക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എസ്പെഷ്യലി തിരുവല്ല പോലത്തെ ഒരു അത്യാവശ്യം NRI ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ നമുക്ക് പ്രോക്സിമിറ്റി, ചങ്ങനാശ്ശേരി, അതേപോലെ തന്നെ സെന്റ് ജോർജിന്റെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോഴേക്കും അവരുടെ പ്രൊഡക്റ്റ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ, അപ്പൊ നമ്മൾ യൂസേഴ്സ് ആരാണ്, ഏതാണ് പ്ലേസ്, ഇതിന്റെ കൾച്ചർ, ഈ 3 സംഭവങ്ങളാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ്ലി തന്നെ നമ്മുടെ പ്രൊഡക്റ്റ്, അതായത് പീപ്പിൾ പ്ലേസ് കൾച്ചർ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ റെസ്റ്റോറൻറ്റിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ അത് എടുത്തിരിക്കുന്നത്. ഈ 3 മെയിൻ കോർ വാല്യൂസിനെ നമ്മൾ കേറ്റർ ചെയ്യുക, അതായത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ തിരുവല്ല എന്ന് പറഞ്ഞ ഒരു പ്ലേസ്, അതേപോലെ തന്നെ സെന്റ് ജോർജിന് ഉള്ള ഒരു കൾച്ചർ ഉണ്ട്, നിങ്ങളുടേതായ ഒരു കൾച്ചർ ഉണ്ടാവുക. പിന്നെ തിരുവല്ല വരുന്ന അവിടുത്തെ യൂസേഴ്സ്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സ്, ഇവരെല്ലാം. അപ്പോൾ ഏറ്റവും നല്ലൊരു ലക്ഷറി ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അറ്റ് ദ സെയിം ടൈം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആകുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 120 സീറ്റ്സ് ഇനിഷ്യലി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 120 സീറ്റ്സിന് ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ്
ഈ പറയുന്ന പോലെ ഒരു സ്ക്വയർ ഫീറ്റ് ഐ മീൻ കിച്ചൺ ഏരിയ ഇതിന് താങ്ങാൻ പറ്റുന്ന സീറ്റിംഗ് നീ പറഞ്ഞ പോലെ ഒരു 120-130 ആണ് അതിൽ കൂടുതൽ. ഓൾമോസ്റ്റ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡൈനിങ് സ്പേസ് എത്രയുണ്ടോ അതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ എപ്പോഴും കിച്ചണിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രോപ്പർട്ടി വരുന്നത് ഒരു ഇറഗുലർ ഷേപ്പിലാണ് ആൻഡ് MC റോഡിൽ നിന്നും കുറച്ച് അകത്തേക്കാണ്. ഇതാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് അകത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബിൽഡിംഗ് ഏകദേശം ഈ ഒരു സ്പേസിലാണ് നമ്മൾ റെസ്റ്റോറൻറ്റിന്റെ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്പേസ് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് സ്പേസ് ആയിട്ട് തന്നെ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യാം. ഇവിടെയൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ട് ഒരു ലാൻഡ്സ്കേപ്പുമായിട്ട് മെർജ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ ടോട്ടൽ ഇടുന്നത്. നമുക്ക് എങ്ങനെ ആൾക്കാരെ ഡ്രൈവ് ചെയ്യാം, അതായത് എങ്ങനെ അകത്തേക്ക് അട്രാക്ഷൻ കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു സ്പേസിനെ നമ്മൾ നന്നായിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് ഈ ഒരു സ്പേസിലാണ് നമ്മൾ പാർക്കിംഗ് കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു സ്പേസിലാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് നമ്മളൊരു റോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു കണക്ടിവിറ്റിയും കൂടെ കൊണ്ടുവരുന്ന രീതിയിലാണ്. ഇനിഷ്യലി നമ്മൾ പ്ലാനിങ്ങിലേക്ക് കയറിയപ്പോഴേക്കും ഏകദേശം 120 സീറ്റ്സ് വരുന്ന, നേരത്തെ പറഞ്ഞ പോലെ 120 സീറ്റ്സ് വരുന്ന ഒരു സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് കുറച്ച് റോഡിൽ നിന്നും കുറച്ച് ഐസൊലേറ്റ് ചെയ്ത് അകത്തേക്ക് തന്നെയാണ് അത്. ബട്ട് അത് ആണെങ്കിൽ തന്നെ നമുക്ക് അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഭയങ്കര കാമായിട്ട് ആൾക്കാർക്ക് പീസ്ഫുള്ളി വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പീസ്ഫുള്ളി വന്ന് കഴിച്ചിട്ട് ആ ഒരു റഷ് ഒന്നും ഇല്ല. വന്ന് കഴിച്ചിട്ട് ഇത് മോർ ദാൻ ഇറ്റ്സ് തിരുവല്ലയുടെ സെൻട്രലിൽ തന്നെ ആണെങ്കിൽ തന്നെ നമുക്ക് വന്ന് പീസ്ഫുള്ളി വന്ന് MC റോഡിൽ ഒരു സൈഡിൽ വണ്ടി പാർക്ക് സർവീസ് പാർട്ടിലേക്കാണ് പോകുന്നത്. സർവീസ് പാർട്ടാണ് ഇതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. പലരും എനിക്ക് തോന്നുന്നു ഇതിന്റെ കൺസിഡർ ചെയ്യാത്തൊരു സാധനമാണ് നീ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമുക്ക് കിച്ചൺ നമ്മുടെ നട്ടലാണ്, ഫ്ലോ ഉള്ളൊരു കിച്ചൺ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മള് ഡൈനിങ് സ്പേസ് എത്രയുണ്ടോ അതിന്റെ ഈക്വൽ സ്പേസ് തന്നെ ഓൾമോസ്റ്റ് നമ്മൾ സ്പ്രെഡഡ് ആയിട്ട് കിച്ചൺ സ്പേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോജി നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു സിവിൽ അല്ലേ, സിവിൽ ടോജിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ടോജി നിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, നീ എന്താ ചെയ്യുന്നത് പറയും. എൻ്റെ പേര് ടോജി എന്നാണ്. ബേസിക്കലി ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. കൊമേഴ്ഷ്യലും റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലാണ്. അപ്പം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരാനും ഈ ഒരു കൊമേഴ്ഷ്യലി നമ്മളിപ്പം റീസെൻ്റ്ലി ചെയ്ത കുറച്ച് പ്രൊജക്ട്സിൻ്റെ റെഫറൻസിലാണ് ഇതിലേക്ക് വരുന്നത്. ഹൈസിമിനെ കുറച്ച് നാളായിട്ട് എനിക്കറിയാം. ഹൈസിമിൻ്റെ ഒരു ഡിസൈൻ ആയപ്പോൾ കുറച്ചുകൂടെ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ തിരുവല്ല ബേസ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇതിനകത്ത് നിന്റെ ഒരു സെക്ടറില് അതായത് നീ കൂടുതൽ സിവിലാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പൊ നീ എനിക്ക് തോന്നുന്നു അവൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ സാധനം നമ്മുടെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഫൗണ്ടേഷൻ അല്ലേ. ഫൗണ്ടേഷൻ ഞാൻ പോകുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ലാൻഡ് താന്നിട്ടാണ്. വാട്ടർ ടേബിളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ലാൻഡ് ലെവലിലേക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ലാൻഡ് ഫില്ല് ചെയ്യുന്നുണ്ട്. ബാക്ക് ഫില്ലിങ് ചെയ്തതിന് ശേഷം അവിടെ GSP ഇട്ടുകൊണ്ട് ഒരു ലെയർ, അതായത് നമ്മുടെ ഭിത്തികൾ എവിടെയൊക്കെയാണോ വരുന്നത് അതിന് ചുറ്റും നമ്മൾ GSP ഫില്ലിങ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മേലയിലേക്കാണ് നമ്മൾ ഇൻവേർട്ടഡ് T-ബീം എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്പ്രെഡ് മാക്സിമം കൂടുതലായിരിക്കും നമുക്ക്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഇൻവേർട്ടഡ് T-ബീം ചെയ്തുകൊണ്ട് ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ആക്ച്വൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അതെ, ആഫ്റ്റർ ഓൾ നമ്മൾ ഇതൊരു സ്റ്റീൽ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടോട്ടൽ ബിൽഡിംഗ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു നമ്മൾ കൺസിഡറേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ഫൗണ്ടേഷൻ നമ്മുടെ ഒരു ഒരു വലിയ ഹെവി കൺസ്ട്രക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് പൈലിംഗ് അല്ലാതെ വേറെ ടൈമിങ്ങും നമുക്ക് വളരെ പെട്ടെന്ന്. നമ്മളിതൊരു സ്റ്റീൽ സ്ട്രക്ചറാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ഹൗസ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അത്ര ലോഡ് വരുന്നില്ല. മീൻസ് ലൈക്ക് ഹെവിനെസ് എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി കോൺക്രീറ്റ് കുറവാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്ത് മുകളിലേക്ക് ടോജിയാണ് അത് ചെയ്യുന്നത്. നീ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ആണ്. നമ്മുടെ ഒരു അറിയാലോ, ഒന്ന് കണ്ടം പോലെ ആയിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ
മൊത്തം ഫില്ലപ്പ് ചെയ്യുക, ഗ്രൗണ്ട് ലെവൽ ചെയ്യുക, അതിനുശേഷം മാക്സിമം അതിനെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. ബിൽഡിംഗ് വേസ്റ്റ് അതുപോലെ സോയിലൊക്കെ ഇട്ടൊരു മഴയൊക്കെ തന്നെ നമ്മൾക്ക് ഒരു 2 weeks നല്ലൊരു കോമ്പാക്ഷൻ കിട്ടണം. കിട്ടിയിട്ട് അതിന്റെ മേളിൽ GSP പറഞ്ഞ പോലെ ഒന്ന് റോൾ ചെയ്യുക, അല്ലെ, മാക്സിമം എല്ലാം റോൾ ചെയ്യുക എന്നുള്ളത്. എന്നാലും ഒന്നുകൂടി ഇരിക്കും, പിന്നെ ഒന്നുകൂടി ഇടുക, മാക്സിമം റോൾ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഒരു സെറ്റിൽമെന്റ് മാക്സിമം അവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ആ റെയിൻഫോഴ്സ്മെന്റ് കൊടുത്ത് ഒരു സ്ലാബ് കൊടുക്കുക, ബാക്കി ആ നമ്മുടെ സ്ട്രക്ചറിൽ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പക്ക സ്ട്രക്ചർ എഞ്ചിനീയർ തരുന്ന ഇൻസ്ട്രക്ഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത് ഔട്ട് ഓഫ് ദ സ്റ്റീൽ ഡിസൈൻ എല്ലാം സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ കോൺഫിഡൻസ് ആണ് ശരിക്കും നമുക്ക് ഇതിനകത്തോട്ട് ഇന്നാവാനുള്ള ഒരു. ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞുകളിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും ഇതൊരു തട്ടിക്കൂട്ടാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അല്ല, ഇതിന് പുറകെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാറുണ്ട്. ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ആണെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന മണ്ണിന്റെ ബലമൊക്കെ നോക്കി അതിന് പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. ഉറപ്പായിട്ടും സേഫ്റ്റി വലിയൊരു കൺസേൺ ആണ്. നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. ഡിസൈൻ ഔട്ട് ഇതാണല്ലേ ഫസ്റ്റ് ഔട്ട് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ലതായിട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റീരിയറിന്റെ അതോടുള്ളതാണ്. ഓക്കെ, ഒരു യൂണീക്ക് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് മുകളിലേക്കും കയറ്റാൻ. അതിൽ വരുന്ന കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളുണ്ട്. ആ ഭിത്തിയിലേക്കാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഒരു പെയിന്റിങ് കാര്യങ്ങൾ, ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. പാർക്കിംഗ് ഏരിയ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് കയറി വന്ന് ഇതാണ് ഒരു സ്ട്രക്ചറിൽ നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിലേക്ക് ഇതാണ് ഒരു നിലവിൽ നമ്മളിപ്പോൾ ഇത്രയും പാർക്കിംഗ് എടുക്കുന്നു. ഇത്രയും പോർഷനാണ് നമ്മൾ പാർക്കിംഗ് വരുന്നത്. ബാക്കിൽ നമ്മൾ ഫ്രീ ലാൻഡ് ആയിട്ട് കൊടുക്കുക. കാര്യം വന്ന് നമ്മൾ റിസപ്ഷൻ ആൻഡ് വെയിറ്റിംഗ് ഏരിയ ഇവിടാണ് ഒരു ബേക്കറി സെക്ഷൻ പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കഫേ സീറ്റിംഗ് ഈ ഒരു സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ഡൈനിങ് സ്പേസ് റെസ്റ്റോറന്റ് വരുന്നത്. വളരെ മിനിമൽ ആവുന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ വർക്കും നമുക്ക് ബിൽഡിംഗ് ഇറ്റ്സെൽഫ് തന്നെ ചെയ്തു വരുമ്പോൾ തന്നെ ഇന്റീരിയറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ. പിന്നെ ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ടൈലൊക്കെ അവോയ്ഡ് ചെയ്ത് കിച്ചണിൽ മാത്രം ടൈൽ യൂസ് ചെയ്യാവുന്ന രീതിയിൽ മിനിമൽ മെറ്റൽ സ്ട്രക്ചർ വെച്ചുകൊണ്ട് അതിനെ തന്നെ പാർട്ടീഷൻ ആക്കി എടുക്കുക. പിന്നെ ഫേർണിച്ചറും ടേബിൾസ് ആൻഡ് ചെയർസ് എല്ലാം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ ഏറ്റവും മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലീസ് വരുമ്പോഴേക്കും തമ്മിലിരിക്കുന്നവർക്ക് തന്നെ ഒരു പ്രൈവസി വരും. അപ്പൊ അതിനാണ് നമ്മളൊരു മെറ്റൽ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. എപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴേക്കും നമുക്ക് തൊട്ടടുത്തിരിക്കുന്നവരായിട്ട് ഒരു പ്രൈവസി ഭയങ്കര മേജർ ഒരു ഫാക്ടർ. അവിടെ ആക്ച്വലി നമുക്കൊരു സീറ്റിംഗും കൂടെ വരുന്നുണ്ട്. അവിടെ നമുക്കൊരു അഡീഷണൽ ഒരു ഔട്ട്ഡോർ സീറ്റിംഗ് സ്പേസ്. ഇത് നമ്മുടെ മുകളിലത്തെ ഒരു ചെറിയ ഇവന്റ് സ്പേസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ആണ്? ഇവിടെ നമുക്കൊരു 40 to 50 സീറ്റ്സ് ചെറിയ ഇവന്റുകളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ. നമ്മളതാ ഉദ്ദേശിക്കുന്നത്. ബർത്ത്ഡേ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ചെറിയ ഇന്റിമേറ്റ് വെഡിങ്ങിന്റെ ചെറിയ ചെറിയ റിസപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ ഒരു നെക്സ്റ്റ് പ്ലാൻ ആയിട്ട് നമുക്ക് ബാക്കിൽ എക്സ്റ്റൻഡഡ് ലാൻഡ്സ്കേപ്പ് സ്പേസ് വരുന്നുണ്ട്. ഔട്ട്ഡോർ. അപ്പൊ അവിടെ നമുക്കൊരു ഔട്ട്ഡോർ ഇവന്റ് സ്പേസ് കൺസിഡർ ചെയ്തെടുക്കാം. ഓപ്പൺ ആയിട്ട് നമ്മുടെ ഷെഫിന്റെ ഒരു സ്റ്റുഡിയോ സെന്ററിലൊരു ടേബിൾ കാര്യങ്ങൾ. നീ എന്നെയാണ് ഉദ്ദേശിച്ചത്. ഇത് ഒരു ക്യാബിൻ സ്പേസ് ആണ്. ടോയ്ലറ്റിന്റെ ഒരു തീമാണ് നിലവിലെ. അപ്പൊ അതാണ് നമ്മൾ കറന്റ്ലി ആ ഒരു സ്റ്റേജ് വരാണ് ഇപ്പം. അടുത്ത സ്റ്റേജിൽ നമുക്ക് വീണ്ടും കാണുന്നത്.